എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ വെട്ടി കൊന്നൂടെ സാബു മോനെ. ഇത് നമ്മുടെ അനീഷേട്ടൻ ജയിൽ ഡ്രസ്സ് വന്നതിന് ശേഷം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, രണ്ടുപേരെയും അനുമോളെയും അനീഷിനെയും ജയിലിൽ അടയ്ക്കുക ക്യാപ്റ്റൻ സാബു മാൻ എന്ന് പറഞ്ഞതിന് ശേഷം ജയിൽ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുമ്പോൾ പറയുന്നതാണ്, അനീഷേട്ട വേഗം എഴുന്നേര്, ജയിലിൽ പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ അനീഷേട്ടൻ പറയുന്നതാണ്, നിങ്ങൾക്ക് എന്നെ അങ്ങ് വെട്ടി കൊന്നൂടെ, ഇഞ്ചിഞ്ചായി ഇങ്ങനെ കൊല്ലുന്നതിലും ഭേദം വെട്ടിക്കൊല്ലുന്നതല്ലേ നല്ലത് സാബു മാനെ എന്ന് പറയുക കേട്ടോ. ഭയങ്കരമായിട്ട് രണ്ടുപേരും കൂടി അനീഷും ഷാനവാസും രണ്ടുപേരും കൂടി സംസാരിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇടാ നീ എന്നെ കൈ കടിച്ചതുപോലെ നീ അക്ബറിനെ കടിച്ചോടാ എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത്, അവൻ എൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ച് എന്നെ മുതുകത്ത് ഇടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കയ്യിൽ പിടിച്ച് ഭയങ്കരമായിട്ട് തിരിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു കുഞ്ഞു കടി വെച്ച് കൊടുത്തതാണെന്ന് പറഞ്ഞു. എടാ നിനക്ക് കടിയാന്നുണ്ടോ നിൻ്റെ ആയുധം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് രസിച്ച് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് ചിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്. ആ ഒരു മഞ്ഞ സോഫയിൽ ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്ന ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ് ചിരിക്കുന്ന സമയത്താണ് ആരാണ് വന്നത്, നമ്മുടെ ക്യാപ്റ്റൻ സാബുമ്മൻ വന്നിട്ട് അനിമോൾ കേട്ടപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അനിമോൾ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ജയിൽ യൂണിഫോമൊക്കെ എടുത്ത് വേഗം റെഡിയായി. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മുടെ അനീഷേട്ടൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സാബുമ്മൻ ക്യാപ്റ്റൻ പോയി സ്റ്റോർ റൂമിൽ പോയി യൂണിഫോം എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞാണ്, അനീഷയുടെ വേഗം റെഡിയാവും, നിങ്ങളെ ജയിലിലടയ്ക്കാൻ സമയമായി, വേഗം പോയി റെഡിയായി വാ എന്ന് പറയുമ്പോൾ അനീഷേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ഇങ്ങ് വെട്ടി കൊന്നൂടെ സാബു മേനെ എന്ന് പറയുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ അനീഷേട്ടനെ ജയിലിലിട്ടതെന്ന് എനിക്കറിയാൻ വയ്യ. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവർ, കാരണം അവർക്ക് ആരെങ്കിലും ഒരാളെ ജയിലിടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ജയിലാണ്. പക്ഷേ ജയിലിലിടുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്തോ, മനസ്സിലാവാത്ത വെറും മണ്ടന്മാർ എന്നേ എനിക്ക് പറയാൻ പറ്റൂ. അയാൾ ഹീറോ ആയിക്കൊണ്ടേയിരിക്കുന്നു.